സ്വാമിജി നമ്മുടെ മക്കളെ സനാതനധർമ്മ പാഠശാലയിലേക്ക് എങ്ങനെ എത്തിക്കാം, ആകർഷിക്കാം? നിങ്ങളാരും ഭയക്കേണ്ട, ഇപ്പൊ കാണുന്ന ഓളങ്ങളിലൊന്നും ഭയക്കേണ്ട. മനസ്സിലായില്ലേ? നമ്മളെല്ലാം താൽക്കാലികമായി ഭയക്ക്, അയ്യോ ഇതൊക്കെ കൈവിട്ട് പോയി. ഒരിക്കലുമില്ല. ഇത് രണ്ടാമത് പുനർജനിക്കും. എവിടെയാണോ ഇത് ഭസ്മീകരിക്കപ്പെട്ടു എന്ന് തോന്നുന്നത്, ആ ഭസ്മത്തിൽ നിന്നും ജ്വാലകൾ ഉയർക്കൊള്ളും. നിങ്ങളുടെ സങ്കല്പം ഉണ്ടെങ്കിൽ, അമ്മമാരെ നിങ്ങൾ പതിവ്രതകളാണോ? നിങ്ങളിലാണ് എൻ്റെ മനസ്സ്, നിങ്ങളിലാണ് ധർമ്മത്തിന്റെ ശക്തി. ഭഗവാൻ പരമേശ്വരൻ പതിവ്രതയായ സതീദേവിക്ക് വേണ്ടിയിട്ടാണ് താണ്ഡവമാടിയത്. ആണോ? ആ സതീദേവി പതിവ്രതയല്ലായിരുന്നെങ്കിൽ ഭഗവാൻ പരമേശ്വരൻ ഒരു താണ്ഡവമാടില്ലായിരുന്നു. ഇവിടെ 51 ശക്തിപീഠങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് ഭാരത സ്ത്രീകളുടെ പാരമ്പര്യം അത് പാതിവ്രത്യത്തിന്റെ പാരമ്പര്യമാണ്. പതിവ്രതകളായ അമ്മമാരാണ് ഈ ധർമ്മത്തിന്റെ സംരക്ഷകർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലെങ്കിലും ഒരു മഹാ തപസ്യായി ഒരു ഋഷിയോട്, സന്യാസിയോട് സ്വന്തം പാതിവ്രത്യം വഴി തന്റെ തപോശക്തിയെ തെളിയിച്ച നാടാണ് ഭാരതം. ചിന്തിച്ചു, ഇന്ന് നമ്മൾ അതിൽ നിന്നാണ് വീഴ്ച പറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ഭയക്കേണ്ടതില്ല. ആത്മവിശ്വാസം കരുപിടിപ്പിക്കും. ആത്മവിശ്വാസം. നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് അവൻ ഇവിടെ എന്റെ വാതിൽ തുറന്ന് മുട്ടി വിളിച്ച് എനിക്ക് മുൻപിൽ തരും എന്ന് വിശ്വസിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ അത് കാണാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചില്ലായിരിക്കാം. നമ്മുടെ തലമുറകൾക്ക് സാധിക്കണമെന്ന് വിശ്വസിക്കും. ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യവും എങ്ങനെ ഇസ്രായേൽ രൂപം കൊണ്ടു? ഒരു പിടി മണ്ണില്ലാതെ, അവരുടെ വിശ്വാസമില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി ലോകം മുഴുവൻ പലായനം ചെയ്യപ്പെട്ട ഒരു ധാർമ്മിക ജീവിതവും ധാർമ്മിക പാരമ്പര്യവുമായിരുന്നു ജൂതന്മാരുടെ ലോകം. അവർക്കെന്ത് സംഭവിച്ചു? അവർ ചെയ്തത് ഒന്നാണ്. എന്താണ്? ആസൂത്രണം പ്ലസ് പരിശീലനം. വെറുതെ പറയുന്നതല്ല. എങ്കിൽ മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾ എന്തിനാണ് ഭയക്കുന്നത്? ആരെയാണ് ഭയക്കുന്നത്? എന്തേ നമുക്ക് ആസൂത്രണവും പരിശീലനവും സാധിക്കില്ല? നഷ്ടപ്പെട്ടതുപോലെ ഇനി നഷ്ടപ്പെടില്ല എന്ന് പ്രതിജ്ഞ ചെയ്യാൻ ഗ്രാമാന്തരങ്ങളിൽ നമുക്ക് സാധിക്കില്ലേ? വേണ്ട, നമ്മുടെ വീടുകളിൽ നമുക്ക് സാധിക്കില്ലേ? സാധിക്കും. നമ്മുടെ ധർമ്മമൂർത്തികൾ നമ്മൾ ഉപാസിക്കും. നമ്മുടെ ഒരു പരമ്പരയ്ക്ക് പിന്നിൽ നമ്മൾ അണിനിരക്കും. സാധിക്കും. പുറത്ത് ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ അകത്ത് 10 പരിപാടി ഇന്റേണൽ. എക്സ്റ്റേണൽ ഒന്നാണെങ്കിൽ ഇന്റേണൽ 10. നമ്മളങ്ങനെയല്ല. നമ്മൾ 10 ആള് കൂടിക്കഴിഞ്ഞാൽ ഉടനെ വലിയ പ്രസംഗികനായ സ്വാമിനി വിളിച്ചോണ്ട് ഒറ്റ പ്രസംഗം കാണിച്ച് വീട്ടിലേക്ക് പോകും. ആസൂത്രണവുമില്ല, പരിശീലനവും. എത്താണോ? ഓടുന്ന പട്ടിക്ക് 4 മുമ്പിൽ മറ്റവൻ അടിക്കുകയും ചെയ്യും. അപ്പോഴോ? അതുകൊണ്ട് പുറത്ത് നിങ്ങൾ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി അകത്ത് പ്രവർത്തിക്കും. ഓരോ ഗ്രാമങ്ങളിലും ഹിന്ദു സമാജം കൂട്ടായ്മകൾ രൂപപ്പെടുന്നു. ഓരോ ഗ്രാമത്തിലും നേരത്തെ പറഞ്ഞില്ലേ, ബൈബിൾക്ക് ഹിന്ദുക്കളാവുന്നു ശരിയാവുന്നു. വേണ്ട, ശരിയായവന്മാരുണ്ടല്ലോ. ഒരു ഗ്രാമത്തിൽ 10 കുടുംബങ്ങളുണ്ട്, കൂട്ടായ്മ രൂപീകരിക്കും. അടുത്ത ഗ്രാമത്തിൽ 10 കുടുംബങ്ങളുണ്ട്, കൂട്ടായ്മകൾ രൂപീകരിക്കും. ഈ രീതിയിൽ ആസൂത്രണങ്ങൾ നടക്കട്ടെ. ഒരുമിച്ച് കൂടി സംരംഭങ്ങൾ ആരംഭിക്കും.